വിവാഹമോചന കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്തായിരുന്നു എന്ന് വെച്ചാൽ, വിവാഹമോചന കേസുകളിലെ പാർട്ടികൾ ഭാര്യയും ഭർത്താക്കന്മാരും ആയിരിക്കുമല്ലോ. ഇവരുടെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, പർട്ടിക്കുലർലി അവരുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം ഈ വിവാഹമോചനത്തിന് റീസൺ ആയി വരുമ്പോൾ ഇത് പലപ്പോഴും കോടതിയിൽ തെളിവായിട്ട് സമർപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 122 എക്സെപ്ഷനിൽ ഈ പങ്കാളികൾ തമ്മിലുള്ള സ്യൂട്ടിലോ അല്ലെങ്കിൽ അതിൽ ഒരാൾക്കെതിരെയുള്ള ഒരു ക്രിമിനൽ പ്രൊസീഡിങ്ങിലോ ഈ കമ്മ്യൂണിക്കേഷൻ തെളിവായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുമായിരുന്നെങ്കിൽ പോലും പലപ്പോഴും കോടതികൾ ഇതേ പങ്കാളിയുടെ പ്രൈവസിയെ ഹനിക്കുന്നതാണെന്ന് കണ്ട് എന്റർടൈൻ ചെയ്യാറില്ലാത്തതായിരുന്നു. അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ വളരെ റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജുഡീഷ്യൽ ഡിസിഷൻ ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സെക്ഷൻ 122 തന്നെ എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളതിനാൽ തന്നെ അതൊരിക്കലും ഈ പ്രൈവസിയെ, മറ്റേ പങ്കാളിയുടെ പ്രൈവസിയെ ബാധിക്കുന്നതല്ല എന്നും, ഫോൺ സംഭാഷണങ്ങളോ മറ്റെന്തെങ്കിലും മറ്റേ പങ്കാളി അറിയാതെ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും അത് തെളിവായിട്ട് ഉപയോഗിക്കാമെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി. ഇങ്ങനെയുള്ള സംഭാഷണങ്ങളെല്ലാം മറ്റേ ആൾക്കെതിരെ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാം. അത് 122 പ്രകാരം എല്ലാ കോടതികൾക്കും അഡ്മിറ്റ് ചെയ്യാനും പറ്റുന്നതാണെന്നും കോടതി വിധിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ സമാനമായ അഭിപ്രായമാണ് ഉള്ളത്? കമന്റിൽ രേഖപ്പെടുത്തുക.